പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി, മത, സംഘടന, ഭാഷ, വർഗ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. തിരുവെഴുത്തുകളിൽ നിന്ന് ചില ചിന്തകൾ തന്ന് പ്രാർത്ഥിക്കണമെന്ന് അനേകർ പറഞ്ഞു. അവരുടെ വിഷയങ്ങൾ, തലമുറകളുടെ വിഷയങ്ങൾ, രോഗാവസ്ഥകൾ, ഇതിന്മേലെല്ലാം പ്രാർത്ഥിപ്പാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു തിരുവെഴുത്തെന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ 107:9 വാക്യമാണ്. സങ്കീർത്തനം 107:9. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. എൻ്റെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് തൃപ്തി വരുത്തുന്ന ദൈവവും തൃപ്തിയില്ലാത്ത മനുഷ്യരും. തൃപ്തി വരുത്തുന്ന ദൈവവും അല്ലെങ്കിൽ ക്രിസ്തുവും തൃപ്തിയില്ലാത്ത മനുഷ്യരും. ടോട്ടലി എവിടെ നോക്കിയാലും ഞാൻ പലയിടങ്ങളിൽ പോകുന്നത് കൊണ്ട് ആർക്കും ഒന്നിലും ഒരു തൃപ്തി. എല്ലാ മേഖലകളും, രാഷ്ട്രീയ മേഖലകളിലായാലും കുടുംബജീവിതങ്ങളിലായാലും തലമുറകളിലായാലും സാമ്പത്തികമായിട്ടായാലും ഭവനം പണിയോടുള്ള ബന്ധത്തിലായാലും ഏത് നിലയിൽ നോക്കിയാലും ആർക്കും ഒരു തൃപ്തി ആത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം അടുത്തു വന്നിരിക്കുകയാണ്. തിരുവെഴുത്തുകളിൽ കൂടെ ചില ചിന്തകൾ തരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ തിരുവെഴുത്തുകളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ഒന്നാമത്തെ ചിന്താവിഷയം തന്നെ നമുക്കെടുക്കാം. ആദാം ഹവ്വ ദമ്പതികളെ നമുക്കെടുക്കാം. ദൈവം ആദാം ഹവ്വ ദമ്പതികളോട് പറഞ്ഞ ഒരു പോയിന്റ് എടുത്തുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതിനുശേഷമാണ് ഹവ്വയെ സൃഷ്ടിക്കുന്നത്. നിങ്ങൾക്ക് തോട്ടത്തിലെ അവിടെ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്, എന്നെ ചിന്തിപ്പിച്ചൊരു ആശയമാണ്. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് 18, 19, 20 വാക്യങ്ങളിലാണ് ഹവ്വയെ സൃഷ്ടിക്കുന്നത്. നിനക്ക് നോക്കണേ, ആ പദം നോക്കണേ, നിങ്ങൾക്കെന്നല്ല, നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. നിനക്ക് ഇഷ്ടം പോലെ തിന്നാന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഹവ്വയെ സൃഷ്ടിക്കുന്നു. 2-ാം അധ്യായത്തിൽ തന്നെ 32-ാം അധ്യായം 18, 19, 20 വാക്യങ്ങളിൽ ഹവ്വയെ സൃഷ്ടിക്കുന്നു, തക്ക തുണയെ കൊടുക്കുന്നു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പഴയ പാമ്പ് അല്ലെങ്കിൽ തോട്ടത്തിലെ പാമ്പ് പറഞ്ഞതനുസരിച്ചിട്ട് ദൈവം തിന്നരുതെന്ന് പറഞ്ഞത് കൂടി
അതും കൂടെ അവരങ്ങ് തിന്നു. അപ്പോൾ ബാക്കിയുള്ളത് ഞാനിതിനു മുമ്പ് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഈ തോട്ടത്തിലുള്ള സകല വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾക്ക് തിന്നാം. ഇപ്പോൾ ആദാമിനോട് ഓയോടും പറഞ്ഞു കാണുമല്ലോ, നിനക്ക് തിന്നാം, പക്ഷേ എന്ത് ചെയ്യരുത്, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തൃപ്തിയില്ല. ഈ ഇഷ്ടം പോലെ തിന്നാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് തൃപ്തിയില്ല. മനുഷ്യന് തൃപ്തിയില്ല ഒന്നിലും. എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയോട് ചോദിച്ചാലും പറയും ജീവിച്ച് തൃപ്തിയായില്ല. എല്ലാ മേഖലകളിലും അത് തന്നെയാണ്, തൃപ്തിയില്ലാത്ത ഒരു കാലഘട്ടം. ഇവിടെ ആദാം ഹവ്വ ദമ്പതികളുടെ കാര്യം എടുക്കുമ്പോൾ അവർക്ക് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാമെന്ന് പറഞ്ഞിട്ടും അതുകൊണ്ട് അവർ തൃപ്തിപ്പെട്ടില്ല. അവിടെ മുതലേ തൃപ്തിയില്ല. അവർക്ക് അപ്പുറത്തെ കൂടെ തിന്നണം. ഇന്നും അത് തന്നെയാണ് സംഭവം. നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടത്തില്ല. മമ്മൂട്ടി എങ്ങനെയാ പോകുന്നത്, മോഹൻലാൽ എങ്ങനെയാ പോകുന്നത്, അല്ലെങ്കിൽ അംബാനി എങ്ങനെയാ പോകുന്നത്, ലുലുവിൻ്റെ ഓണർ എങ്ങനെയാ പോകുന്നത്, ഇതൊക്കെയാണ് മനുഷ്യരുടെ ചിന്ത. മറ്റുള്ളവരെങ്ങനെ പോകുന്നു. ഇപ്പൊ തോട്ടത്തിലെ വിഷയം തന്നെ നമുക്ക് എടുക്കാം. അവർക്ക് സകല വൃക്ഷങ്ങളുടെ ഫലത്തിന് ഇഷ്ടം പോലെ തിന്നെ, അതാണ് പറയുന്നത്. എല്ലാവർക്കും മറ്റുള്ളവരെ നോക്കുക. ഞാൻ എന്നെ കേൾക്കുന്ന വിശ്വാസ കുടുംബങ്ങൾ, ജാതിമത ഭേദം എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് എനിക്കൊരു ദൂത് പറയാനുള്ളത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. നമുക്ക് തന്നിരിക്കും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ചെറുതാണ്, അത് മതി. ഏതായാലും ഉള്ളത് കൊണ്ട് ദൈവം തന്നതിനെ ഓർത്ത് തൃപ്തിപ്പെടുക. ഇപ്പോൾ എല്ലാവരും വീട് വയ്ക്കുന്നു, കടഭാരം കയറി തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ല. ഞാനൊരു ചോദ്യം ചോദിക്കുന്ന ഇതാണ്. പണ്ട് ഒരു സഹോദരി പറഞ്ഞു, അയ്യാ ലോണെ വാങ്ങി വീടെ കെട്ടണേ, ആന ഇപ്പം തിരുമ്പി അടയ്ക്കാൻ മുടിയില്ലേ, അതുക്കാകെ ഞാൻ എന്നെ ചെയ്യണം. എന്നാ ഞാൻ പറഞ്ഞു, നീ ലോൺ വാങ്ങുന്ന കാര്യം എന്നോട് ചോദിച്ചില്ല, വീട് കെട്ടുന്ന കാര്യം എന്നോട് പറഞ്ഞില്ല, ഇപ്പം തിരുമ്പി അടയ്ക്കാൻ മുടിയില്ല, തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല, അതുക്കാകെ നീങ്ക 2 നാൾ പാസിങ് പോട്ട് ജോം പണുകയാണ്. അപ്പോൾ വാരത്തിൽ 4 പേര് കൊട്ടേഷൻ കൊടുത്താൽ ഞാൻ എപ്പോൾ സാപ്പിടാൻ മുടിയും? അപ്പം ഞാൻ ചോദിക്കുന്നത് അതല്ല. ഒരിക്കലും അവരവരെ കൊണ്ട് കഴിവുള്ളത് അതേ ആകാവൂ, അതിനപ്പുറത്തൊരു കാര്യം ചെയ്യാൻ പാടില്ല. നിങ്ങൾ നല്ല വീട് വെച്ച് നല്ല ഭവനങ്ങളെ പണിത് പാർത്തോ, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടായിരിക്കണം. ലോണ് വാങ്ങി കടം വാങ്ങിച്ച് പലിശക്കെടുത്ത് നമ്മുടെയൊക്കെ വീടുണ്ടാക്കിയാൽ നമുക്ക് ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ വരും. സഹായിക്കുന്നവരൊക്കെ സഹായിക്കാമെന്ന് ചിന്തിക്കുന്നവരെല്ലാം കൈവിടും. ലോണ് തിരിച്ചടച്ചില്ലെങ്കിൽ പലിശയുടെ പലിശ അപ്പുറം കൂട്ടി അവസാനം വീട് വിറ്റാലും തികയാത്ത നിലയിൽ വരും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നാം തയ്യാറാകുക. ഉള്ളത് മതി. സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയാൻ പറ്റുമോ? എല്ലാവരും വെട്ടിപ്പിടിക്കാനായിട്ട് ഓട്ടമാ. ഞാൻ പറയുന്നത്, ഞാൻ എന്നെയും കൂടെ ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തിയല്ല പറയുന്നത്. തികയണം, നമുക്ക് ഒരു തൃപ്തി വരണം. നമ്മുടെ ചിന്താവിഷയം അത് തന്നെയാണ്. തൃപ്തി വരുത്തുന്ന ദൈവവും തൃപ്തിയില്ലാത്ത മനുഷ്യരുമാണ്.
ഒരാർത്തിയുള്ളവനാ തൃപ്തി വരുത്തുന്നത്, അവനവരെ നന്മ കൊണ്ട് മറയ്ക്കുകയും ചെയ്യുക. അതിനെക്കുറിച്ച് അതൊരു വേറൊരു വിഷയമാണ്. എങ്കിലും ഞാൻ ആ ഭാഗം കുറിവാക്യമായിട്ട് എടുത്തതിന് 1-2 ചിന്തകൾ പറയാനാണ്. എല്ലാം കൊടുത്താലും എത്ര കിട്ടിയാലും തികയത്തില്ല. എത്ര കിട്ടിയാലും തികയത്തില്ല. എത്ര കിട്ടിയാലും ഒരു പാവപ്പെട്ട ഒരു ഉപദേശിക്ക് ഒരു 10 രൂപ കാശ് കൊടുക്കത്തില്ല. അതും കൂടെ ബാങ്കിലോട്ടിടുക, 99 100 തികച്ച് ബാങ്കിലോട്ടിടുക. ഞാൻ പറഞ്ഞത് ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഹൈന്ദവ സഹോദരങ്ങളായാലും മുസ്ലിം സഹോദരങ്ങളായാലും ക്രിസ്ത്യാനികളായാലും സാമതയ ക്രിസ്ത്യാനികളായാലും പെന്തക്കോസുകാരായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പുറത്തുള്ളവൻ വലിയ വീട് വെച്ചുകൊണ്ട് നീ വലിയ വീട് വെക്കാൻ പോകരുത്. അവസാനം കഷ്ടപ്പെടേണ്ടി വരും, വേദനിക്കേണ്ടി വരും, സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥ വരും. ഒരു സ്വസ്ഥതയും കിട്ടത്തില്ല. നിങ്ങളുടെ കയ്യിൽ അടയ്ക്കാൻ കാശുണ്ടോ, അല്ലെങ്കിൽ മുൻപിൽ അതിനുള്ള വഴികളുണ്ടോ, നിങ്ങൾ നല്ല വീട് പണിത് പാർക്ക്. ഇതൊന്നും നമ്മൾ എതിരല്ല. യശയ്യാ 65 21 മുതൽ 24 വരെ നിങ്ങൾ വീടുകളെ കെട്ടി പാർക്കുമെന്ന ഇതൊക്കെ വചനമുണ്ട്. വീടുകളെ കെട്ടി പാർത്തോ, കുഴപ്പമില്ല. അവരവരുടെ ആസ്തിക്ക് അനുസരിച്ച് അവരെന്ത് ചെയ്യുന്നെന്ന് നോക്കിക്കൊണ്ട് നമ്മൾ ചെയ്യരുത്, അത്രയും മാത്രമേ പറയുന്നുള്ളൂ. അബ്രഹാമിന് വീടുണ്ടായതായിട്ട് കാണുന്നില്ല, ഇസഹാക്കിന് വീടുണ്ടായിട്ടത് കാണുന്നില്ല. യാക്കോബിന്റെ കാലം വന്നപ്പോൾ പുള്ളി നേരെ തിരിച്ച് ഉൽപ്പത്തി പുസ്തകം 28 16 മുതൽ 22 വാക്യപ്രകാരം ഞാൻ തിരിച്ചു വന്ന് ദൈവത്തിനൊരു ആലയം പണിയുമെന്ന് പറഞ്ഞവൻ നേരെ യേശാവിനെ കണ്ട് യജമാനെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചുംബനവും കൊടുത്തിട്ട് പുള്ളി നേരെ തിരിഞ്ഞ് സുക്കോത്തിലേക്ക് പോയി. അവിടെ ചെന്ന് അവിടെ കിടക്കുന്ന ഒരു പദമാണ് ഉൽപ്പത്തി പുസ്തകം 33 കിടക്കുന്നു. അവിടെ ഒരു പദമാണ് വീട് കെട്ടി തൊഴുത്ത് കെട്ടി എന്നാണ് കിടക്കുന്നത്. മറ്റവരൊക്കെ കൂടാരം അടിച്ച് പാർത്തു. എബ്രായർ 11 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 8 മുതലുള്ള ഭാഗങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കിടപ്പുണ്ട്. അവർക്ക് സ്വർഗത്തിൽ ദൈവശില്പിയായി പണിത ഒരു ഭവനമുണ്ടെന്ന് ഓർത്തുകൊണ്ട് പരദേശിയായിട്ട് ഞങ്ങളിവിടെ പാർക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രത്യാശയോടെ അവർ കാത്തിരുന്നു. അവർ നിത്യതയിൽ അല്ലെങ്കിൽ അവരുടെ പ്രാണനെ വിട്ടു. ദൈവം അവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അവർ പോയി. അപ്പം എൻ്റെ ചിന്താവിഷയം, ഞാൻ അനേക ഭവനങ്ങളിൽ പോകുമ്പോഴുള്ള വിഷയം, അപ്പുറത്തുള്ളവർ പണിയുന്നു, ഇപ്പുറത്തുള്ളവർ പണിയുന്നു. അവിടെ നല്ലൊരു വീട്, ഇവിടെ നിൻ്റെ കയ്യിൽ വരണോ? നിനക്ക് നനയാതെ കയറി കിടക്കാൻ ഒരു ഭവനമുണ്ടോ? വാടക കൊടുക്കാതെ കയറി കിടക്കാൻ ഒരു ഭവനമുണ്ടോ? അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, വലിയ വീടുള്ളവരെ കുറ്റപ്പെടുത്തുന്നതല്ല, വലിയ വീട് പണിതുകൊണ്ട് കുറ്റപ്പെടുത്തുന്നതല്ല. കാശുണ്ടാകണം, ആരുടെ മുമ്പിൽ പോയി കൈ നീട്ടരുത്. പലരും കടന്ന് പ്രാർത്ഥിക്കെന്ന് പറയുന്നത് കൊണ്ട് പറയുക. തലമുറയുടെ വിഷയത്തിലായാലും അങ്ങനെ തന്നെ. ഏതവനെങ്കിലും കള്ളപ്രവാചകന്മാർ പറയും, മഞ്ഞ് പെയ്യുന്നിടത്ത് കാണുന്നു, അവിടെ കാണുന്നു, ഇവിടെ കാണുന്നു, അപ്പുറത്ത് കാണുന്നു, ഇപ്പുറത്ത് കാണുന്നു, നിനക്ക് അത് കിട്ടുന്നു ഇത് കിട്ടുന്നെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്തത് നുഴഞ്ഞു കയറ്റി അവരുടെ ഉള്ളിൽ കൊടുത്ത് മാതാപിതാക്കളുടെ ആസ്തിയോ മാതാപിതാക്കളുടെ അവസ്ഥയോ അവർ നോക്കാതെ അവർക്ക് ഈ മഞ്ഞ് പെയ്യുന്നിടത്ത് തന്നെ പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവർ കടം വാങ്ങിച്ച് മറിച്ച് ലോണെടുത്ത് പഠിപ്പിച്ച് ലോണെടുത്ത് കൊണ്ടുവിടും. അവിടെയും കഷ്ടമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ആരും തയ്യാറല്ല. ഞാൻ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് ഓടി വരാം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ നല്ലതാണ്. അതിനുവേണ്ടിയാണ് പറയുന്നത്, ഏത് കാര്യത്തിലായാലും സുഖത്തിലായാലും ദുഃഖത്തിലായാലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക.
മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു എന്നല്ല, നമുക്കെങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നുള്ള. നമ്മൾ ജീവിച്ചല്ലേ പറ്റൂ. ഇനിയിപ്പം മുമ്പോട്ട് അങ്ങോട്ട് നോക്കിക്കോ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും, യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധി, പകർച്ചവ്യാധി, ഇതെല്ലാമാണ് വരാൻ പോകുന്നത്. അപ്പം നമ്മൾ പലിശയും കൂട്ടി, കൂട്ടുപലിശയും കൂട്ടി നമ്മൾ അടയ്ക്കണ്ടേ? പാർട്ടിയുള്ളവന് തൃപ്തി വരുത്തുന്ന ദൈവം. ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി വാക്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒന്നാമത് ആദാം ഹൗവ ദമ്പതിമാർക്ക് അവർക്ക് തൃപ്തിയില്ല. ഒന്നാം മനുഷ്യനായ ആദാം ഹൗവ ദമ്പതികൾക്ക് തൃപ്തിയില്ല. ഇത്രയും ഓട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ പല നിങ്ങൾക്ക് തിന്നാം, ഇഷ്ടം പോലെ തിന്നാം. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്. നന്മയും തിന്മയും, അതാ യെശയ്യാ 45:7 കിടപ്പുണ്ട്. നന്മയും ദൈവം സൃഷ്ടിക്കുന്നു, തിന്മയും ദൈവം ഉണ്ടാക്കുന്നു. അത് ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. തൃപ്തിയില്ല, അതാണ് കാര്യം. അത്രയാണ് വിഷയം. സകല എന്തെല്ലാം കൊടുത്താലും തൃപ്തിയില്ല. എന്തെല്ലാം കിട്ടിയാലും തൃപ്തി. അതുകൊണ്ടൊരു കാര്യം വളരെ ശ്രദ്ധിക്കണമേ. ഇനിയുള്ള അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ പണിത് എങ്ങനെയെങ്കിലും കടം തീർക്കാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് കടം തീരില്ല. ഉള്ള കാര്യം ഞാനങ്ങ് പറയാം. പ്രാർത്ഥിച്ചത് കൊണ്ടോ ഉപവാസം ഇരുന്നത് കൊണ്ടോ കടം തീരില്ല. അവിടെ പ്രവൃത്തി തന്നെ വേണം. ഇറങ്ങി അധ്വാനിച്ച് എങ്ങനെയെങ്കിലും കടം തീർക്കാനുള്ള പരിപാടി നോക്കിക്കൊള്ളണം. അല്ലാതെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ കൂടെ പറഞ്ഞാൽ ഇല്ല. അധ്വാനിക്കണം, ആരുടെ കട്ട് മോഷ്ടിക്കാതെ അധ്വാനിക്കണം, വിയർക്കണം. വിയർത്ത് അധ്വാനിച്ച് മടി കൂടാതെ. വെളിയിൽ സുഖമുണ്ട്, മടിയാൻ പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ സാർശ്വാക്യത്തെ പറയുന്നത് പോലെ ഇറങ്ങി പ്രവർത്തിച്ച് രാപകലില്ലാതെ അധ്വാനിച്ച് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിനെ നിലനിർത്താൻ നോക്കുക. അതാണ്. എന്നിട്ട് മറ്റുള്ളവരോട് പറയുക, ഞങ്ങൾ ഈ കുഴിയിൽ വീണുപോയി, നിങ്ങളും വീഴാതിരിക്കാൻ നോക്കുക. അതിനാണ് ഞാനിത് പറയുന്നത്. മറ്റുള്ളവരോട് പറയുക. എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, വീട് വയ്ക്കുന്ന കാര്യം പറയുമ്പോൾ ഞാൻ ഉടനെ പറയും എല്ലാവരോടും, നിൻ്റെ കയ്യിൽ കാശുണ്ടോ, നീ നല്ല വീട് പണിത് പാർത്തു. ഇല്ല, നിനക്ക് ലോണടയ്ക്കാനുള്ള ബാക്കി മുൻപിൽ ഒരു കരുതലുണ്ടോ, നീ ചെയ്. പക്ഷേ ഉള്ള ജോലി നഷ്ടപ്പെട്ടാലോ? നമ്മൾ ആ ഭാഗം കൂടെ ചിന്തിക്കട്ടെ. ഇനി ശരീരസുഖമില്ലാതെ വന്നാലോ, ഒരു രോഗം വന്നാലോ? നമ്മളൊരു ഭവനം പണിയുന്നത് തലമുറയായി കയറി കിടക്കുവാനല്ലേ? വാടക കെട്ടിടത്തിൽ കിടക്കാതിരിക്കാനല്ലേ? അപ്പം നമ്മളിതെല്ലാം മുന്നിലെറിയണം. ഒന്ന് നിന്ന് ചിന്തിക്കണം. പണ്ടുള്ളവർ പറഞ്ഞു കേട്ടോ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ അറിയണമെന്നാണ്. ഞാനങ്ങനല്ല പറയുന്നത്. ആ പട്ടി ഏറുകൊണ്ട് മടുത്തപ്പോൾ പട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ഒരു മുഴം നിന്നാ ഓടുന്നത്. അപ്പം ഏറെ മുമ്പിൽ പോകും. ആ പട്ടി ചെയ്തതുപോലെ നമ്മളെന്ത് ചെയ്യുക, ഒന്ന് നിന്ന് ചിന്തിക്കണം. ഒരു മുഴം മുന്നേ അറിയുമ്പോൾ പട്ടി വിചാരിച്ചിനി ഒരു മുഴം പുറകോട്ട് നിൽക്കാം, ഇവനെറിയുന്നതെന്ന് കാണട്ടെ. അപ്പം എന്ന് പറഞ്ഞതുപോലെ നമുക്കൊന്ന് നിന്ന് ചിന്തിക്കാം, ഒന്ന് ആലോചിച്ച് ചെയ്യാം. അതിനായി എല്ലാവരും ഒരുങ്ങട്ടെ. അതിനായി ദൈവമക്കൾ എല്ലാവരും, നമുക്ക് വ്യത്യാസമില്ല, എല്ലാവരുടെ കാര്യമാണ് പറയുന്നത്. നമുക്ക് ടോട്ടലി പൊതുവേ ഉള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ കാശുണ്ടെങ്കിൽ നല്ല വീട് പണിത് പാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാശില്ലാത്തവനും അതുപോലെ പണിയാൻ പോകരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വിഷയത്തിലേക്ക് ഞാൻ പറയാം. 1, ആദാം. 2, അബ്രാമിൻ്റെ സന്തതികളായ ഇസ്രായേൽ ജനം. ഏമാർക്ക് ഒരു തൃപ്തിയന്മാർക്കില്ല. കാരണം തൃപ്തിയില്ലെന്ന് പറയാനുള്ള കാരണം പുറപ്പാട് 16 പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ.
തേൻ 16 മുതൽ 34, 16-ാം അധ്യായം വായിക്കുക. 16-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അവര് ദൈവം സ്വർഗത്തിൽ നിന്ന് ശക്തി 78-ാം സങ്കീർത്തനം 25-26 വാക്യപ്രകാരം സ്വർഗത്തിൽ നിന്ന് ദൈവം ശക്തിമാന്മാരുടെ അവർക്ക് വർഷിച്ച് താഴെ ആദ്യം മഞ്ഞ് വിരിച്ച് അതിൻ്റെ മുകളിൽ മന്ന പൊഴിച്ച് അതിന് മുകളിൽ മഞ്ഞ് പൊഴിച്ച് ഇട്ടിരിക്കും. മഞ്ഞ് മൂടിക്കിടക്കും. ഇവർ അതിന് കാലത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇതെന്തെന്നും ചോദിച്ചുകൊണ്ടാ നിൽക്കുന്നത്. അവസാനം ഇവർ പോയി മഞ്ഞ് മാറ്റി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മോർച്ചറി അവിടെയാണ് കിടക്കുന്നത്. മോർച്ചറി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഫ്രിഡ്ജ്. അപ്പം വെറുതെ തറയിലല്ല ദൈവം ഇട്ട് കൊടുത്ത മഞ്ഞ് പൊഴിച്ച് കേടാകാതിരിക്കാൻ ദൈവം മന്ന പൊഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ മഞ്ഞ് കിടക്കുന്നു. ഇവരിതെന്തെന്ന് ചോദിച്ചുകൊണ്ട് പോയി മഞ്ഞ് മാറ്റി ഇവർ ആവശ്യത്തിന് ഇടംകഴി വെച്ച് ദൈവം പറഞ്ഞതിനനുസരിച്ച് ഇടംകഴി വെച്ച് പെറുക്കിയെടുത്ത് ചിലർ ആർത്തിയുള്ളവർ വാരിയെടുത്തു. അതൊക്കെ ക്രമിച്ചു പോയെന്ന് നടക്കുന്നത്. ഞാനതിലേക്ക് കിടക്കുന്നില്ല. ഇവർ കൊണ്ടുവന്ന് ഇടിച്ച് കളത്തിൽ ഇടിച്ച് പുഴുങ്ങി അവർ കഴിക്കും. എന്നിട്ട് പറഞ്ഞത് തേൻ കൂട്ടിയ ദോശ പോലെയുള്ള ഗുൽഗുലുവിൻ്റെ നിറമുണ്ട് എന്ന് പറഞ്ഞവർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സംഖ്യാപുസ്തകം 11:5-6 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത് എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ. സംഖ്യാപുസ്തകം 21-5-6 വാക്യം വരുമ്പോൾ അവിടെ പിന്നെയും കാണുന്നു സാരമില്ലാത്ത മന്ന അപ്പം ഞങ്ങൾക്ക് വെറുപ്പായി. ഇവർക്ക് തൃപ്തിയില്ല. എത്ര കൊടുത്തിട്ടും വിതയില്ല, കൊയ്ത്തില്ല. 40 വർഷം മരുഭൂമിയിൽ ഇവർക്കൊന്നിനും ഒരു കുറവുമില്ല. കാട വേണ്ടപ്പോൾ കാട, സകലരും കൊടുത്തിട്ട് ഇവന്മാർ പറയും ഇത് ഞങ്ങൾക്ക് വെറുപ്പാകും എന്ന് പറഞ്ഞ് ദൈവത്തോടും നടത്തിപ്പുകാരോടും പുറപുറത്ത് ഇട്ട് പറഞ്ഞൊരു പദമാണ് ഇങ്ങനെ പറയുന്നു: ഞങ്ങൾക്കവിടെ ചുറ്റുള്ളി, ഇറച്ചിക്കലം, ചീരുള്ളി, ഇതെല്ലാത്തിൻ്റെ ഓർമ്മ ഇപ്പോഴും ആ മണം ഞങ്ങളുടെ മൂക്കിൽ നിൽക്കുന്നു. ഇവൻ്റെ മണം മാറാനാ, ഇതിൻ്റെ ഓർമ്മ മാറാനാ ദൈവം 40 വർഷക്കാലം ദൈവം മരുഭൂമിയിലിട്ട് ചുറ്റിച്ചത്. അപ്പം ഞാൻ അവിടെ നിർത്തുക. ഇവർ തന്നെ തിന്നിട്ട് നല്ലതെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു കൊള്ളത്തിലെന്ന്. തൃപ്തിയില്ല. എത്ര നിന്നിട്ട് തൃപ്തി? ഇഷ്ടംപോലെ കൊടുത്തു, തൃപ്തിയില്ല. ചിലർക്ക് വീട്ടിലുണ്ടാക്കുന്നത് ഇഷ്ടപ്പെടില്ല, ഹോട്ടലിൽ പോയാലേ തൃപ്തിയുള്ളൂ. ചിലർക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് തൃപ്തി, ഹോട്ടലിൽ പോകുന്നത് തൃപ്തിയില്ല. പല വിധത്തില്ല സാഹചര്യങ്ങളനുസരിച്ച് മനുഷ്യൻ കഴിക്കാറുണ്ട്. അതിനൊന്നും ഞാൻ എതിരുമല്ല, ഞാനതിനോട്ട് എതിർപ്പ് പറയുന്നുമില്ല. സാഹചര്യങ്ങളാണ്. ഗൾഫ് നാടുകളിലൊക്കെ ജോലി ചെയ്യുന്ന സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കുപ്പൂസും ഒരു ഒന്നര ദിർഹംസിൻ്റെയോ 1.5 റിയാലിൻ്റെയോ ഒരു കുപ്പൂസ് വാങ്ങിച്ച് ഒരു പഴവും കൂടെ അതിനകത്ത് വെച്ച് ചുരുട്ടി അവർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ചുരുട്ടി കഴിച്ചുകൊണ്ട് പോകുന്ന കാണാം. ചിലപ്പോൾ ഒരു ചായ വാങ്ങിച്ച് കുടിച്ചാലായി, അല്ലെങ്കിൽ ഒരു പാത്രം വെള്ളം കുടിച്ചാലായി അവർ ജോലിക്ക് പോവുക. അവരങ്ങനെയാണ് കഴിക്കുന്നത്. ഇവിടെ വീട്ടിൽ അവർക്ക് ഒരു കുഴപ്പവും വരരുതെന്ന് വിചാരിച്ച് കിട്ടുന്നത് മുഴുവനും അപ്പടി അങ്ങ് അയക്കും. വേണ്ടി വന്നാൽ കൂട്ടുകാരോട് കൂടെ ചേർന്ന് പൈസ കടം വാങ്ങിച്ച് വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. പിന്നെ അവനും കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ എത്ര അയച്ചു കൊടുത്താലും പൂച്ച കരയുന്ന പോലെ ഇങ്ങിയാവും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയില്ലേ. അതുകൊണ്ട് തൃപ്തിയില്ല. ആ പാവങ്ങൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ വളരെ കഷ്ടം. അതെല്ലാവരും അങ്ങനെ, ഏത് ജോലി ചെയ്യുന്നവരായാലും അതിൻ്റേതായ ബുദ്ധിമുട്ടാണ്. ഒന്നും കഴിക്കാതെ, ഉറക്കമില്ലാതെ, രാത്രിയില്ല പകലില്ല ഓട്ടം. ഇനി റൂമുകളിലേക്ക് ചെന്നാലോ അവരനുഭവിക്കുന്ന ഘട്ടം. പല വിധത്തിലുള്ള ആൾക്കാരല്ലേ കിടക്കുന്നത്. ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥകൾ കണ്ടേക്കാം. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉള്ളത് മതി, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമ്മൾ തയ്യാറാകണം. നമുക്കാർക്കും കണക്ക് പറയണ്ടല്ലോ. ഇസ്രായേൽ ജനത്തിനും മന്ന കൊടുത്തിട്ട് അവർക്ക് ത്രാസിൽ തൃപ്തിയില്ല.
ശക്തിമാന്മാരുടെ 78 സംഘത്തിൽ 25, 26 ശക്തിമാന്മാരുടെ അപ്പം അവർക്ക് തിന്മാൻ കൊടുത്തു. എന്നിട്ടും അവർക്ക് തൃപ്തിയില്ല. ഒന്നിലും ഒരു മനുഷ്യനും തൃപ്തിയില്ല. പഠനത്തോടുള്ള ബന്ധം നോക്കി അതിൽ തൃപ്തിയില്ല. ഒന്നിലും ആർക്കും ഒരു തൃപ്തിയില്ലാത്ത ഒരവസ്ഥയിൽ കൂടെ കടന്നു പോവുക. ഇനി ഒരു മനുഷ്യനെ കൂടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് എൻ്റെ ചിന്താവിഷയത്തിലേക്ക് ഞാൻ വരാം. രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 9-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, സോർ രാജാവായ ഹീരാമിന് ശലോമോൻ 20 പട്ടണം കൊടുത്തു. ഒരു പുസ്തകത്തിൽ വായിച്ചത് 30 പട്ടണം ഉണ്ടായിരുന്നെന്നാണ് ഞാൻ വായിച്ചത്. എനിക്കറിയില്ല, ഒരു പുസ്തകത്തിൽ വായിച്ചത്. അതിൽ നല്ല സ്ഥലം നോക്കി 20 പട്ടണം കൊടുത്തു എന്ന് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു, വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് കൊടുത്തിട്ട് സോർ രാജാവായ ഹീരാം ഇതൊക്കെ എല്ലാം നോക്കി കണ്ടിട്ട് പറഞ്ഞ്, ഇതെന്തെന്ന് അമ്മേൻ സ്വോത്രം, ഇസ്രായേൽ ജനം മന്നെ നോക്കിക്കൊണ്ട് ഇതെന്തെന്ന് ചോദിച്ചു. ഇതെന്ത് സഹോദര എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമാണ് എന്നെ ചിന്തിപ്പിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നു, ഹീരാമിന് അത് ബോധിച്ചില്ല. 20 പട്ടണം ശലോമോൻ വലിയ കാര്യത്തോടു കൂടി കൊടുത്തതാണ്. പക്ഷേ ശലോമോൻ കൊടുത്തത് സോർ രാജാവായ ഹീരാമിന് അത് ബോധിച്ചില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? അത് ആ സ്ഥലത്തിന് കാബൂൾ ദേശമെന്ന് പേരായി. അത് ഇന്ന് വരെയും അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്നാണ്. കാബൂൾ ദേശം. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ലെബാനോൻ പർവ്വത നിരകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഗലീല പട്ടണം മുഴുവനും ചുറ്റി ഒഴുകി ഫലഭൂയിഷ്ടമായ പ്രദേശം ഇവന് കൊടുത്തിട്ട് അവന് ബോധിച്ചില്ല. എന്നിട്ട് ഈ വെള്ളം ചെന്ന് നേരെ ഗലീല കടലിലേക്ക് ചാടുന്നെന്നാണ് വായിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഈ കാബൂൾ ദേശം എന്ന് അവൻ പേരിട്ടത്. ഈ കാബൂൾ ദേശം എന്ന് പേരിട്ടപ്പോൾ യേശുക്രിസ്തു വിചാരിച്ചു, ഈ നല്ല സ്ഥലത്തിന് ഇവൻ ഇട്ട പേരിനെ ഒന്ന് തിരുത്തണം. അതുകൊണ്ട് യേശുക്രിസ്തു ലൂക്കോസ് 4:14 പറയുന്നു, യേശുക്രിസ്തു ആത്മാവിൻ്റെ ശക്തിയോട് ഗലീലയ്ക്ക് ചെന്നു. ഈ കാബൂൾ ദേശത്തെ ഒന്ന് ഹീനമായത് എനിക്ക് വേണ്ട, ഹീരാമിന് വേണ്ടാത്ത സ്ഥലത്ത്, പ്രയോജനരഹിതമായ സ്ഥലത്ത് പ്രയോജനമാക്കുവാൻ യേശുക്രിസ്തു ഗലീലയ്ക്ക് ആത്മാവിൻ്റെ ശക്തിയോടെ ചെന്നു. എൻ്റെ വിഷയം അതല്ല. 9 യെശയ്യാപ്രവചനം 9-ാം അധ്യായം കൂടെ ചേർത്ത് 1 മുതൽ 6 വരെയുള്ള വാക്യം കൂടെ ചേർത്ത് പഠിച്ചാൽ നിങ്ങൾക്കറിയാം. യേശുക്രിസ്തു എന്തിനാണ് ആത്മാവിൻ്റെ ശക്തിയോടെ പ്രയോജനമുള്ള പട്ടണം, ഫലഭൂയിഷ്ടമായ പ്രദേശത്ത് സോർ രാജാവായ ഹീരാം കാബൂൾ ദേശം എന്ന് പേരിട്ട് അതിനെ പ്രയോജനരഹിതം എന്നുള്ള പദം ആക്കിയെങ്കിൽ ആ സ്ഥലത്തെ പ്രയോജനപ്പെടുത്തുവാൻ, എൻ്റെ ഒരു ആത്മീയ ചിന്തയാണ്, പ്രയോജനപ്പെടുത്തുവാൻ യേശുക്രിസ്തു ഗലീലയ്ക്ക് ചെന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം എല്ലാവർക്കും. യെശയ്യാപ്രവചനം 9-ാം അധ്യായം വായിച്ചാൽ, മത്തായി 4:13, 14, 15, 16 വാക്യങ്ങളൊക്കെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ട്.
എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. കർത്താവായ യേശുക്രിസ്തു പ്രവചനപ്രകാരം ഈ ഭൂമിയിലേക്ക് വന്നു. പ്രവചനങ്ങളുടെ പട്ടിക പ്രകാരം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിലേക്ക് വന്ന് 30 വയസ്സുവരെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്ന് അവൻ പതിവ് പോലെ പള്ളിയിൽ പോയി തിരുവെഴുത്തുകളെ സംസാരിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ഒക്കെ ചെയ്തതിനനന്തരം യേശുക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ശുശ്രൂഷ കാലയളവിൽ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു 5 അപ്പത്തെയും 2 മീനിനെയും കൊണ്ട് സ്ത്രീകളും കുട്ടികളും കൂടാതെ 5000 പുരുഷന്മാർക്ക് തൃപ്തിയാകും വണ്ണം കർത്താവ് കൊടുത്ത് ശേഷിച്ച 12 കൊട്ട 12 പേരുടെയും തലയിൽ ചുമക്കത്തക്ക നിലയിൽ കർത്താവായ യേശുക്രിസ്തു കൊടുത്തു. എൻ്റെ ഒരു ഭാഷയിൽ സ്ത്രീകളും കുട്ടികളും നോക്കി നിൽക്കുമ്പോൾ ഈ 5000 പേർക്ക് മാത്രം പുരുഷന്മാർക്ക് കൊടുക്കുന്ന ഒരു യേശുക്രിസ്തുവിനെ അല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. വിശന്ന് നിൽക്കുന്ന ആരൊക്കെ പന്തിയായി ഇരുന്നുവോ അതൊന്നും ബൈബിളിലില്ല. സ്ത്രീകൾക്കും കൊടുത്തു, കുഞ്ഞുകുട്ടികൾക്കും കൊടുത്തു. പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ എന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തു കുഞ്ഞുകുട്ടികൾക്കും കൊടുത്തു. വിശപ്പോടെ ആരൊക്കെ ഇരുന്നോ അവരെയൊക്കെ നിറച്ചു. 5000 പുരുഷന്മാരെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ അവർക്ക് കൊടുക്കാത്ത ദൈവമാണോ യേശുക്രിസ്തു? ഇനി 5000 പേർ അങ്ങനെയാണെങ്കിൽ 5000 പേര് ഈ തലേ ചുമന്നുകൊണ്ട് കൊട്ടയില്ലായിരുന്നല്ലോ, കൊട്ടയിൽ കൊടുത്തു വിട്ടില്ലല്ലോ. ഈ 12 പേർക്കല്ലേ കൊടുത്തുള്ളൂ. അപ്പം എൻ്റെ ഒരു ചിന്ത, ഇവർക്കെല്ലാവർക്കും കൊടുത്ത് തൃപ്തിയായല്ലോ. 5 അപ്പമാണ്. രാവിലെ ചിലർക്ക് പുട്ട് വേണം, ചിലർക്ക് ദോശ വേണം, ചിലർക്ക് ആവി പുഴുങ്ങിയത് വേണം, ഇഡ്ഡലി വേണം, ചിലർക്ക് സാമ്പാർ വേണം, ചിലർക്ക് ചമ്മന്തി വേണം, ചിലർക്ക് ഇറച്ചി വേണം, ചിലർക്ക് ബീഫ് വേണം, ചിലർക്ക് മട്ടൻ വേണം. ഇതെല്ലാം കൊടുത്താൽ ഒരു ബോറണത്തിന് നിർത്തി. ഇത് ആകെ 5 മീനാ എല്ലാവർക്കും തൃപ്തിയായ. എങ്ങനെ കൊടുത്തെന്നറിയത്തില്ല. പണ്ടൊരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥി പറഞ്ഞതുപോലെ, അങ്ങനെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ യേശുക്രിസ്തുവിന് കഴിഞ്ഞോ എന്നൊരു ചോദ്യം. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഏതാണ്ട് കുരുക്ക് വരികയാണ്. ഞാൻ പറഞ്ഞില്ല, ഇരുന്നവരെ തൃപ്തിപ്പെടുത്തി, യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ അനുസരിച്ച് ഇരുന്നവരെ തൃപ്തിപ്പെടുത്തി എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇവൻ 5 അപ്പവും 2 മീനും കൊണ്ട് എന്തെങ്കിലും ഏതാണ്ട് കാണിക്കട്ടെ എന്ന് പറഞ്ഞു എന്നവനൊന്നും തൃപ്തി വന്നില്ല. തൃപ്തി വന്നത് ഇവിടെയാണ്. ഇനി ഞാൻ പറയാം, ഒരു 100 രൂപയുടെ മദ്യത്തെ കണക്കനുസരിച്ച് 100 രൂപയുടെ മദ്യമാകട്ടെ. ഒരാൾക്ക് വറക്കണം, ഒരാൾക്ക് പീര പറ്റിക്കണം, ഒരാൾക്ക് കറി വെക്കണം, ഒരാൾക്ക് വേവിക്കണം, എന്തൊക്കെയാണ്. പണ്ട് ഞാൻ വീട്ടുവേലയ്ക്ക് നിന്ന് പന്തളത്ത് വീട്ടുവേലയ്ക്ക് നിന്ന് അവിടുത്തെ അമ്മച്ചി അപ്പുറത്തെ ദോശ ചേട്ടത്തിയോട് ചോദിക്കും, ദോശയെ, ഓ എന്തുവാ നിൻ്റെ വീട്ടിൽ നിന്ന് കറി? കൊച്ചമ്മ
ചക്കക്കുരു തോരൻ, ചക്കക്കുരു വറ്റിച്ചത്, ചക്കക്കുരു വേവിച്ചത്, ഇങ്ങനെ ഒരു എല്ലാ ചക്കക്കുരു കൊണ്ടൊരു 5-6 കൂട്ടം കറിയുടെ കാര്യം ശ്വാസച്ചെടുത്തി പറയും. അവർ രണ്ടുപേരും ഇല്ല, രണ്ടുപേരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ചക്കക്കുരു തോരൻ, ചക്കക്കുരു വേവിച്ച്, ചക്കക്കുരു വറ്റിച്ചത്, ചക്കക്കുരു വിഴുക്ക് വരട്ടി, ഇങ്ങനെ ഒരു 5-6 കൂട്ടം കാര്യങ്ങൾ പറയും. എന്ന് പറഞ്ഞതുപോലെ 100 രൂപയുടെ മത്തി വാങ്ങിച്ചാൽ ഒരെണ്ണത്തിനും തൃപ്തി വരത്തില്ല. ഒരാൾക്ക് ഇറച്ചി വേണം, ഒരാൾക്ക് മീൻ വേണം, ഒന്നിലും ഒരു തൃപ്തിയില്ല. വിശപ്പിന് എന്തെങ്കിലും കഴിച്ചാൽ പോരെ. ഞാനൊരു സ്ഥലത്ത് വയ്ക്കുമ്പോൾ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കൊച്ചു ചെറുക്കാൻ പറയുക, എഴുന്നേറ്റ്, അപ്പാ എന്തിനാ അപ്പാ ഈ ഫ്രിഡ്ജ് നിറച്ച് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വയ്ക്കുന്നത്? അപ്പാ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ച് നിറച്ച് വയ്ക്കപ്പാ. അവനത് മതി. അവന് കെൻഡക്കിക്ക് മതി, അല്ലെങ്കിൽ അവന് ഫ്രൈഡ് ചിക്കൻ മതി. അവൻ അത് നിറച്ച് വയ്ക്കാനാണ് അപ്പനോട് പറയുന്നത്. ഞാൻ കേട്ടോണ്ടിരിക്കുക. ബാക്കിയൊന്നും അതിനകത്ത് ഫ്രിഡ്ജിനകത്ത് നിറയ്ക്കേണ്ട, അത് മാത്രം നിറച്ച് വെച്ചാൽ മതി, ഞാൻ ആവശ്യത്തിനെടുത്ത് കഴിച്ചോളാം. അപ്പോൾ ഒന്നിലൊരു തൃപ്തിയില്ലാത്ത ഒരവസ്ഥ. യേശുക്രിസ്തു ഈ 5 അപ്പവും 2 മീനും ബാലകന്റെ കയ്യിലിരുന്ന, എൻ്റെ അവിടെ ഒരു ചിന്ത ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാനൊരു ചിന്ത പറഞ്ഞ് പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. അവിടെ ഈ 5 അപ്പവും 2 മീനും ഒരുത്തൻ്റെ കയ്യിലിരിക്കുന്നത് അന്ത്രയോസ് കണ്ടു. കർത്താവ് ചോദിച്ചു, ഫിലിപ്പോസിനോട് എന്തോ ഉണ്ട് നിങ്ങളുടെ പക്കൽ? അത് 200 വെള്ളിക്കാശുണ്ട്, അല്ലെങ്കിൽ 200 പണമുണ്ട്, ഇതുകൊണ്ടൊന്നും ഒന്നും ആകത്തില്ല. അപ്പോൾ അവനെ ഒന്ന് തൂക്കി. അടുത്തവനോട് ചോദിച്ചു, അന്ത്രയോസിനോട് എന്തോ ഉണ്ട്? അത് ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ടേ നോക്കിക്കൊണ്ടിരിക്കുക, ബാലകൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനിരിപ്പുണ്ട്, നിൻ്റെ കയ്യിൽ എന്തുകൊണ്ട്? ഒന്നുമില്ല. എമാരുടെ കയ്യിലില്ലാത്ത ബാലകൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അന്ത്രയോസിൻ്റെ നോട്ടം അങ്ങോട്ടാണ്, അവൻ്റെ കയ്യിൽ എന്താ ഇരിക്കുന്നതെന്ന്. നമ്മുടെ നോട്ടം എന്തോ അവൻ്റെ കയ്യിൽ എന്താ ഇരിക്കുന്നതെന്ന്. മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു, പുറപ്പാട് ദിവസം 4-ാം അധ്യായത്തിൽ. അതൊന്ന് താഴെ ഇടാൻ പറഞ്ഞു. താഴെ ഇട്ട് കഴിഞ്ഞപ്പോൾ പാമ്പായി. ചിലരുടെയൊക്കെ കയ്യിലിരിപ്പ് കണ്ടാൽ, കയ്യിലിരിപ്പ് അറിയണമെങ്കിൽ ഒന്ന് താഴെ ഇടണം. അപ്പോഴേ ഓരോന്നിൻ്റെയൊക്കെ കയ്യിലിരിപ്പ് അറിയത്തുള്ളൂ. പാമ്പാണോ, സർപ്പമാണോ, അണലിയാണോ, നീർക്കോലിയാണോ എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ബാക്കിയുള്ള 10 എണ്ണത്തിനോടും കർത്താവ് ചോദിച്ചില്ല. അതാണ് എൻ്റെ ചിന്താവിഷയം. 2 എണ്ണത്തിന് അവിടെ ചോദിച്ചപ്പോൾ ഒരുത്തൻ ബാലകൻ്റെ കയ്യിലുണ്ട്, ഒരുത്തൻ പറഞ്ഞ് 200 വെള്ളിക്കാശുണ്ട്. ഇതുകൊണ്ട് ഒന്നും ആകത്തില്ല എന്നുള്ള ചിന്താഗതിയിൽ നിൽക്കുമ്പോൾ കർത്താവ് ബാക്കി 10 പേരോട് ചോദിച്ചില്ല. എൻ്റെ ഒരു ചിന്ത, ഒരു വലിയൊരു കലത്തിനകത്ത് അരിയിട്ട് തിളച്ച് അത് വെന്തോന്ന് നോക്കണമെങ്കിൽ അതിനകത്ത് 1-2 ചോറെടുത്ത് ഞെക്കിയാൽ മതി, ബാക്കിയുള്ളത് വെന്തോന്ന് അറിയാൻ പറ്റും. അതേപോലെ യേശുക്രിസ്തു 2 എണ്ണത്തിനെ ഒന്ന് ഞെക്കി നോക്കിയപ്പോൾ മനസ്സിലായി, ഒരുത്തൻ 200 വെള്ളിക്കാശിലും ഒരുത്തൻ ബാലകൻ്റെ കയ്യിലുമാണ്. അപ്പോൾ ഇതിനേക്കാളും അപ്പുറമുള്ള പുള്ളികളാണ് പുറകിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബാക്കിയുള്ളതിനെ ഞെക്കാൻ പോയില്ല. ഇതാണ് എൻ്റെ കാര്യം. അതിനെന്താണ് ചെയ്യേണ്ടത്? ഉള്ളതിനെ ദൈവകരങ്ങളിൽ കൊടുക്കുക. ഫിലിപ്പോസിനോട് ചോദിച്ചാൽ ഫിലിപ്പോസ് ഒറ്റ കാര്യം പറഞ്ഞാൽ പോരെ, കർത്താവേ നീ അങ്ങുണ്ടല്ലോ എൻ്റെ കൂടെ, അങ്ങുണ്ടെങ്കിൽ എനിക്ക് തൃപ്തിയാണ്. അന്ത്രയോസേ, നീയല്ലേ പത്രോസിനെ വിളിച്ചുകൊണ്ട് വന്നത്, ഒരു വാക്ക് പറഞ്ഞൂടെ? അങ്ങ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ, ഞങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ അങ്ങേക്കൊണ്ട് സകലവും കഴിയുമെന്ന് ഇയ്യോബ് പറഞ്ഞതുപോലെ 42:2 പറയുന്നത് പോലെ നിനക്ക് സകലവും കഴിയുമെന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ കർത്താവ് അവിടെ അത്ഭുതം ചെയ്യില്ലേ?
കർത്താവ് ചെയ്യും. ഇതങ്ങനല്ല, ഒരുത്തൻ പണം നോക്കി, ഒരുത്തൻ ചെറുക്കൻ്റെ കയ്യിലിരുന്നത് നോക്കി. അവൻ്റെ അമ്മ അവന് വഴിയിൽ വെച്ച് വിശന്ന് താഴെ വീഴാതിരിക്കാൻ അവൻ്റെ അമ്മ കൊടുത്തിട്ടാണ്. നല്ലൊരു അമ്മയാണ്. അമ്മ തിന്നില്ലെങ്കിൽ ചിലയിടത്ത് അമ്മമാരെ കണ്ടിട്ടുണ്ട്, അമ്മമാർ തിന്നില്ലെങ്കിൽ മക്കൾക്ക് വാരി വാരി കൊടുക്കും. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞതുപോലെ അമ്മയ്ക്കുണ്ടോ ഇല്ലയെന്നൊന്നും ബൈബിൾ പറയുന്നില്ല, അമ്മയെക്കുറിച്ചും പറയുന്നില്ല. എന്തായാലും ആ അമ്മ നല്ലൊരു അമ്മയാണ്. അമ്മ നല്ലൊരു അമ്മയാണ്. അമ്മ കുഞ്ഞിനെ കരുതിയ ഒരു അമ്മയാണ്. ഞാൻ എപ്പോഴും പറയും, അപ്പനമ്മമാർക്ക് മക്കളോട് ഒരു കടമയുണ്ട്. ആ കടമ അവർ ചെയ്യും. മക്കൾക്ക് മാതാപിതാക്കളോട് കടപ്പാടുണ്ടാകണം. ഈ വീഡിയോയിൽ കൂടെ എന്നെ ശ്രമിക്കുമ്പോൾ പലരും മാതാപിതാക്കളെ നോക്കാത്തവരുണ്ട്. അവർ കഷ്ടപ്പെട്ട് വല്ലവരുടെ വായിലിരിക്കുന്നതും കേട്ട് അവർ രാപകൽ അധ്വാനിച്ച് വിയർത്തുണ്ടാക്കി മക്കളെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിലാക്കി കഴിയുമ്പോൾ അവർക്ക് മാതാപിതാക്കളോട് കടപ്പാടുണ്ടാകും എന്നുള്ള ചിന്താഗതിയോടുകൂടെ ചെയ്യുമ്പോൾ ഇവർക്കിന്ന് കടപ്പാടില്ല. മാതാപിതാക്കളെ വേണ്ട. ഈയിടെ ഇന്നലെ മെനിഞ്ഞാന്ന് കണ്ട ഒരു വാർത്തയിൽ ഞാനിങ്ങനെ കേട്ടു, വീട്ടിൽ മാതാപിതാക്കളെ നോക്കാത്തവൻ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോളാൻ നിയമം വരികയെന്ന്. നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാഹചര്യം കൊണ്ട് നോക്കിയില്ലെങ്കിൽ വേണ്ട, പക്ഷെ പഠിപ്പിച്ച് ഉന്നത നിലയിലൊക്കെ ആക്കിയിട്ട് മാതാപിതാക്കളെ നോക്കിയില്ലെങ്കിൽ അവന് വീടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് നിയമം പാസ്സാക്കാൻ പോവുക. ഇത് പാസ്സാക്കണം. മാതാപിതാക്കളെ വേണ്ട. മനസ്സിലായില്ലേ? മാതാപിതാക്കൾ എന്തോ ഒരു കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രത്തോളം നിങ്ങളെയൊക്കെ വലുതാക്കിയത്. എന്തോ ഒരു കഷ്ടപ്പെട്ടിട്ടാണ്. അത് പാസ്റ്റർമാരാകട്ടെ, ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരാകട്ടെ, വിശ്വാസ കുടുംബങ്ങളാകട്ടെ, അല്ലാത്ത ഹൈന്ദവ സഹോദരങ്ങളാകട്ടെ, മുസ്ലിം സഹോദരങ്ങളാകട്ടെ, അവരെന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ്. ഞങ്ങൾ കോഴിക്കോടിൻ്റെ പ്രദേശത്തായിരിക്കുമ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് 4 മണിക്ക് പോയി ഒരു കുട്ട മീനെടുത്ത് അവൻ സൈക്കിളെ വെച്ച് ചവിട്ടി അവനൊരു 1000 രൂപയുടെ പണി ചെയ്തിട്ടാണ് 700, 800, അന്നത്തെ കാലഘട്ടത്തിൽ 600, 700 രൂപയുടെ പണി ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങൾ അടുത്ത് സ്കൂളിൽ പോകുന്നത്. നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. ഇത് കൈ നനയാതെ മീൻ പിടിക്കാൻ കിട്ടുന്നത് പോലെ ചുമ്മാ ഇരുന്ന് തിന്ന് അതിന് ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുന്ന ഒരു കാര്യമുണ്ട്. വാഴ, ഈ മാവ്, പ്ലാവ്, അതൊക്കെ ആണെങ്കിൽ വേര് അവിടെ ഇവിടെയൊക്കെ പോയി അത് ആഹാരം വലിച്ചെടുത്ത് അത് വൃക്ഷത്തിന് കൊടുക്കും. ഈ വാഴയുണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്നത് മാത്രം തിന്നുകൊണ്ടിരിക്കുന്നതാണ് വാഴ. അതിൻ്റെ വേറെ ദൂരെ അങ്ങ് പോകില്ല. അത് അതിന് വട്ടം ചുറ്റി ഇങ്ങനെ നിൽക്കും. അതുപോലെയാണ് ചില പിള്ളേർ അപ്പനും അമ്മയും വട്ടം ചുറ്റി ഇങ്ങനെ അങ്ങ് നിൽക്കും തിന്നാനായിട്ട്. അങ്ങനെ നിൽക്കരുത്, അധ്വാനിക്കണം. എല്ലാ കുഞ്ഞുങ്ങളും കേൾക്കാനാണ് പറയുന്നത്. എല്ലാ കുഞ്ഞുങ്ങൾക്കാണ് അധ്വാനിക്കാൻ തയ്യാറാകണം. ചെറുതിൽ നിന്ന് തുടങ്ങുക. കൊരിന്ത്യർ കഴിഞ്ഞ 1:7-20-21 വാക്യം. നീ ദാസനാകണോ? ദാസനായിട്ട് നിൽക്ക്. സ്വതന്ത്രനാകാൻ നിനക്ക് കഴിയും, എങ്കിലും നീ അതിൽ തന്നെ നിൽക്ക്. ചെറിയൊരു കാര്യമാണ്, ഉത്തരവാദിത്തമാണോ നമ്മെ ഏൽപ്പിച്ചത്. ആ ഉത്തരവാദിത്തത്തോട് ചെയ്യ്. അപ്പോൾ ദൈവം നിന്നെ മാനിക്കും. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരും. യേശുക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ ഒരു മനുഷ്യനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയൂ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് അവസാനം പറഞ്ഞത് നിവർത്തിയെ ടെറ്റ്ലസ്റ്റായി എന്ന സകലവും നിവർത്തിയായി എന്നുള്ളൊരു പദമാണ്. എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം തൃപ്തിയായി, എനിക്ക് തൃപ്തിയായി. തൃപ്തിയായവനെ തൃപ്തിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പന്തളത്തിൽ ഉണ്ടു നിറഞ്ഞവനോട് ഉരുള വാങ്ങണം, കണ്ടു നിറഞ്ഞവനോട് കടം വാങ്ങണം. അല്ലാത്തതൊക്കെ പ്രശ്നമാണ്. വിളിച്ചു പറയും, കൊടുത്തിട്ട് വിളിച്ചു പറഞ്ഞാൽ
ഞാൻ അവൻ അത് ചെയ്തു ഇത് ചെയ്തെന്നും പറഞ്ഞ് വിളിച്ചു പറയും. അതുകൊണ്ട് ഉണ്ട് നിറഞ്ഞവനോട് ഉരുള വാങ്ങണം, കണ്ട് നിറഞ്ഞവനോട് കടം വാങ്ങണം. ബൈബിളിൽ നേരെ ഓപ്പോസിറ്റാണ്. അത് ഞാൻ പോകുന്നില്ല, അതിലേക്ക് കിടക്കുന്നില്ല. നമ്മുടെ വിഷയം തൃപ്തിപ്പെടുത്തുന്ന ക്രിസ്തു. കണ്ട ആ ബാലകൻ്റെ കയ്യിലിരുന്നത് മാത്രം. അവിടെ നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ആ ബാലകൻ അനുസരണയുള്ളവനായിരുന്നു. ആ അമ്മ അനുസരണയോടവനെ എന്ന് പറഞ്ഞാൽ തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം ലേഖനം 1-ാം അധ്യായം 3-4-5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ലോവീസ്, ഒരു യൂനിക്ക്, നല്ലൊരു തിമോഥെയോസിനെ, അനുസരണമുള്ള ഒരു തിമോഥെയോസിനെ വാർത്തെടുത്തു. ഒരു അനുസരണമുള്ള ഹന്നയുണ്ട്, അന്നയുണ്ട്. എഫ്രൈം മലനാട്ടുകാരനായ ശമൂവേലിൻ്റെ അമ്മ ഹന്നായും ആശേർ ഗോത്രത്തിൽ പനുവേലിൻ്റെ മകളായ അന്നയും. ലൂക്കോസ് 2:36-39. നല്ലൊരു തലമുറയെ ആ മാതാവ് വാർത്തെടുത്തു. ഇവിടെ ഇവർക്ക് പേരില്ല, അവരെക്കുറിച്ച് പറയുന്നില്ല. ബാലകൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. ആ തള്ള കൊടുത്തു വിട്ടപ്പോൾ, അമ്മ കൊടുത്തു വിട്ടപ്പോൾ അനുസരണയുള്ള കുട്ടിയായി പറഞ്ഞു വിട്ടു. ചോദിച്ച ഉടനെ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ചോദിച്ചാൽ കൊടുക്കൂല. കൊടുക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഒരു ചെറിയൊരു ജോലിയാണോ അതിൽ തൃപ്തിപ്പെടാം. നമുക്ക് തന്നിരിക്കുന്ന ആ കഴിവിനനുസരിച്ച്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ആരുടെയും മുൻപിൽ കൈനീട്ടാതെ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ ചെയ്ത് വേർപെട്ട ജീവിതം നയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. നാം തലമുറകൾക്ക് നാം ഒരു മാതൃകയായിരിക്കട്ടെ. മാവേലിക്കര ഒരു വീട്ടിൽ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 12-13 വയസ്സായ ഒരു പെൺകുട്ടി ഓടി വന്ന് പറയുക, എൻ്റെ പൊന്നങ്ങളെ, പാസങ്ങളെ, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ യാതൊരു, ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ ഞാനും എൻ്റെ ആങ്ങളെയും തമ്മിൽ യാതൊരു വഴക്കുമില്ല. കുഴപ്പം മുഴുവൻ എൻ്റെ അമ്മയും അപ്പനെയും ഒന്ന് ശാസിക്കണേ. നോക്കിക്കോണേ, ഗേറ്റ് തുറക്കാൻ വന്ന കൊച്ചു പറയുക. അപ്പം അതുകൊണ്ട് നമുക്ക് മാതൃക കാണിച്ചു കൊടുക്കാം. തലമുറകളുടെ മുമ്പിൽ ദേശത്തിൽ നല്ല സാക്ഷ്യമുള്ളവരായി ജീവിക്കാം. നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണട്ടെ. നാം ക്രിസ്തുവിൻ്റെ, കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ പത്രമായി മാറട്ടെ. നമ്മെ വായിക്കുന്നവർ ക്രിസ്തുവിനെ വായിക്കട്ടെ. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയട്ടെ. ക്രിസ്തു യേശു കാണിച്ചു തന്ന മാതൃക നമുക്ക് കാണിച്ചു കൊടുക്കുക. അതുപോലെ നമുക്ക് പറ്റിയില്ലെങ്കിൽ കുറേയൊക്കെ, ഒരാൾ വിശന്നിരുന്നാൽ അവനൊരു നേരത്തെ ആഹാരം നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. ഒരു 5 ഷർട്ടുണ്ടെങ്കിൽ ഒരു 2 ഒരാൾക്ക് കൊടുക്കാം. കോളറും കീറി ഇട്ടുകൊണ്ട് നടക്കുന്ന എത്രയോ ദൈവദാസന്മാരുണ്ട് ഗ്രാമങ്ങളിൽ. നമുക്കവർക്ക് കൊടുക്കാം. അതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ളത് കൊണ്ട് എത്ര വാരി അടുക്കി വെച്ചാലും കയ്യിൽ ആർക്കോട്ട് കൊടുക്കത്തില്ല. ഒരിക്കൽ നമ്മളതെല്ലാം വിട്ടു പോകണം. ആ നല്ല കർത്താവിനെ നമുക്ക് ഏൽപ്പിച്ചു. ആർക്കും തൃപ്തിയില്ല, ഒരു വ്യക്തികൾക്കും തൃപ്തിയില്ല. 20 പട്ടണം കൊടുത്തിട്ട് സോർ രാജാവായ ഹീരാമിന് തൃപ്തിയില്ല. ഇനി ശലോമോന് തൃപ്തി ഉണ്ടായിരുന്നു? ശലോമോന് ഒട്ടും തൃപ്തിയില്ലായിരുന്നു. ദാവീദിന് തൃപ്തി ഉണ്ടായിരുന്നോ?
ദാവീദിനും തൃപ്തിയില്ല. ഇതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ആദാമിന് തൃപ്തി ഉണ്ടായിരുന്നു, സകലവും തിന്നാന്ന് പറഞ്ഞതല്ലേ. തൃപ്തിയില്ല, ആർക്കും തൃപ്തിയില്ല. ഇതിനാണ് ഒരു കൃപ നമ്മൾ പ്രാപിക്കേണ്ടത്. അതൊരാൾ മാത്രം വിചാരിച്ചാൽ പോരാ. കുടുംബമാണെങ്കിൽ ഭാര്യ ഭർത്താവും തീരുമാനിക്കണം. ഉള്ളതുകൊണ്ട് ഉള്ളത് മതി. സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവ് വിളിക്കുന്ന സമയം വരെ നമുക്ക് സന്തോഷത്തോടെ മുൻപോട്ട് പോകാമെന്നുള്ള ആ ചിന്താഗതിയോടുകൂടെ മുൻപോട്ട് പോകാം. ഉള്ളത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. ബാലകൻ്റെ കയ്യിലിരുന്നത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തതുപോലെ കർത്താവേ, അതാണ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായത്തിലേക്ക് 8-ാം വാക്യത്തിലേക്ക്, നിങ്ങൾ സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ്. നോക്കണേ, പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. കണ്ടോ, ആ ഒരു വാക്യം മതി. എന്നിട്ട് അടുത്ത പദം കൂടെ 9:8, 9, 10 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചോണം. യെശയ്യാപ്രവചനം 58-ന്റെ 11, 10, 11, 12 വാക്യം കൂടെ വായിച്ചോണം. വായിച്ചായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. കടഭാരത്താൽ മുങ്ങി വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ, കുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിടുവാൻ കാശില്ലാതെ, തലമുറകളെ പഠിപ്പിക്കുവാൻ കാശില്ലാതെ, വർഷങ്ങളായി കാശില്ലാതെ വേദനിച്ച് കരയുന്നവരുണ്ട്. നമുക്ക് അവരെ ഒന്ന് ഓർക്കാം. എന്തെങ്കിലും ഒരു ചെറിയൊരു സഹായം നമുക്ക് ചെയ്യാം. ഉള്ളവർ ആരും ലജ്ജിച്ചു പോകാൻ ഇടവരുത്തരുത്. വളരെ കഷ്ടതയിൽ കൂടെ പോകുന്നവർ, വളരെ വേദനയിൽ കൂടെ പോകുന്നവർ, രോഗിയായി കിടക്കുന്നവർ, 2 കിഡ്നി നഷ്ടപ്പെട്ട് കിടക്കുന്നവരുണ്ട്. നിവൃത്തിയില്ല. അവരെ ചെയ്യും ഇവർ ചെയ്യുമെന്ന് നമ്മൾ പറയണ്ട. ആരും ഒന്നും ചെയ്യത്തില്ല. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതിഥി സർക്കാരം എന്ന് പറഞ്ഞാൽ തിന്നാൻ കൊടുക്കുന്നത് മാത്രമല്ല, അവരവരെ കൊണ്ട് കഴിയുന്ന ഗ്രാമങ്ങളിൽ കഷ്ടപ്പെടുന്ന ദൈവദാസന്മാർ, ആർക്കും ഒരു തൃപ്തിയില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് വരും. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ്, അവിടുന്ന് നൽകിത്തന്ന തിരുവഴുത്തിനായ സ്തോത്രം. വളരെ വേദനയിലും കഷ്ടതയിലും ഭാരത്തിലും ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, കടഭാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ, മുൻപോട്ട് എങ്ങനെ പോകണമെന്ന വഴിയില്ല ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നവർ പലരുമുണ്ട് പിതാവേ. എന്ത് ചെയ്യണം? ആത്മഹത്യ, കടക്കണി മൂലം ആത്മഹത്യ ചെയ്യുന്നവർ, വളരെ വേദനയിലും പ്രയാസത്തിലും കൂടെ കടന്നു പോകുന്നവർ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ അനേകരുണ്ട് പിതാവ്. എന്നാൽ ഞങ്ങൾ ഇവരെല്ലാവരെയും രോഗികളായി കഴിയുന്നവർ, സകല പിടിയും വിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയാതെ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, അവരുടെ കരങ്ങളിൽ ദൈവം നന്മകൾ കൊടുക്കണം. വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, പെൺകുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിടുവാൻ നിവൃത്തിയില്ലാത്തവർ, രോഗികളായി കിടക്കുന്നവരെ ഒക്കെ ഓർക്കുന്നു പിതാവേ. പ്രത്യേകിച്ച് കടഭാരത്തിൽ മുങ്ങി നിൽക്കുന്നവർ, അവരോട് ദൈവം കരുണ കാണിക്കണം, മനസ്സലിയണം. ബർത്തിമായിയോട് കരുണ കാണിച്ച ദൈവം, കനാന്യ സ്ത്രീയോട് കരുണ കാണിച്ച ദൈവം ഞങ്ങളോട് കരുണ കാണിക്കണം, മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളോട് മനസ്സറിയണം. ജാതി മത ഭേദമന്യേ എല്ലാ കുഞ്ഞുങ്ങളോടും ദൈവം മനസ്സറിയണം. അവർക്ക് മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കണം. അതിനായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ. ഞങ്ങളുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു, പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു, രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു, വക്കീലന്മാർക്കായി, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കായി,
ജഡ്ജിമാർക്കായി പ്രാർത്ഥിക്കുന്നു. നീതി ന്യായം നടപ്പാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. 29 സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. നീതി ന്യായം നടത്തട്ടെ, അതിനായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ എല്ലാ ദൈവദാസന്മാരെ, ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ, കുഞ്ഞുകുട്ടികൾ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. എല്ലാവർക്കും ഒരു സമാധാനവും സന്തോഷവും ലഭിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം. കർത്താവെ, വീട് വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, വസ്തു വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ സ്തോത്രത്തോട് ഞങ്ങൾ അറിയിക്കുന്നു. ഫിലിപ്പിയർ 4:6 വിചാരപ്പെടരുത്, ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടതെന്ന വചനപ്രകാരം സ്തോത്രത്തോട് അറിയിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു. അടിയനെ ദാനമായി തന്ന 3 കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവരെല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം മാനിക്കണം, അനുഗ്രഹിക്കണം, ദൈവപ്രവൃത്തി വെളിപ്പെടണം. എല്ലാം തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മുഴുമകത്വം ഈ വചനം കേൾക്കുക എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. എല്ലാ കുടുംബാംഗങ്ങളെയും, ജാതി മത ഭാഷ വർഗ വ്യത്യാസമെന്നെ, സംഘടനാ ഭേദമെന്നെ എല്ലാ കുടുംബാംഗങ്ങളെയും, കുഞ്ഞുകുട്ടികളെയും, കർത്തൃവയിൽ അധ്വാനിക്കുന്ന ലോകത്തിലെ 5 വൻകരയിലും അധ്വാനിക്കുന്ന കർത്തൃഭൃത്യന്മാരെ, കുടുംബാംഗങ്ങളെ, കുഞ്ഞുകുട്ടികളെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ ചെയ്യും, അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. കൃപ കൂടിയിരിക്കും. തിരുനാമ മഹത്വത്തിനാക്കി തരണം. അടിയനെ താഴ്ത്തുന്നു, ഒന്നുമില്ല എന്ന് സമ്മതിക്കുന്നു. തിരുവെഴുത്തിൽ കൂടെ ചൂണ്ടിക്കാണിക്കുവാൻ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. പ്രാർത്ഥന കേട്ടല്ലോ, നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻ്റ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.